കെ വി രാഹുൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇവർ ഇപ്പോൾ നടക്കുന്നത് ടെസ്റ്റ് ഡൈവിംഗ് ആണോ? ആര്യ, ടെസ്റ്റ് ഡൈവിംഗ് അല്ല, അതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പാണ് മനസ്സിലാക്കുന്നത്. NDRFന്റെ സംഘമാണ് 2 ബോട്ടുകളിലായി നിലവിൽ കൃത്യം ട്രക്ക് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. അവർ അവിടെ ഇങ്ങനെ ചുറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ യന്ത്ര സംവിധാനങ്ങൾ ഇല്ല എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന അവിടെയുള്ള ഇത് ഏകോപിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നിപ്പോൾ ക്ഷമിക്കണം, ആദ്യമായി പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സംഘം എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മഴ വെല്ലുവിളിയായി ഇന്ന അവസ്ഥയാണ്, ശക്തമായ ഒഴുക്ക് തുടരുക തന്നെയാണ്. എങ്കിൽ തന്നെയും ഇന്നത്തെ ദിവസം ആദ്യമായി 2 ബോട്ടുകൾ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. NDRFന്റെ സംഘമാണ്. അവർ ആ മേഖലയിൽ ഒന്നാകെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് നോക്കുകയാണ്. ഒഴുക്കിന്റെ ഒരു സ്ഥിതിഗതി എങ്ങനെയാണ്, ബാക്കി ഒരു അനുകൂലമായ ഒരു സ്ഥിതിയാണോ എന്ന അടക്കം പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങൾ തത്സമയം കാണുന്നത് അതാണ്. അവരവിടെ നിന്ന് കുറച്ചുകൂടി മാറി കരയിലേക്ക് ഒന്നുകൂടി അടുപ്പിക്കാനുള്ള ശ്രമമാണ് കാണുന്നത്. അതായത് ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, കണ്ടെത്തിയിട്ടുള്ളത് കരയിൽ നിന്ന്, ദേശീയപാതയിൽ നിന്ന് 20 മീറ്റർ മാറി പുഴയിലായാണ്. ആ മേഖലയിൽ ഒരു തവണ എത്തി അവിടെ ഒന്ന് നോക്കി, അതിനുശേഷം കുറച്ചൊന്ന് മാറി കരയോട് ചേർന്ന് ഒരു തവണ കൂടി ട്രക്ക് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ആദ്യമായി പുഴയിൽ ഇറങ്ങാൻ കഴിഞ്ഞു എന്നതാണ്. പക്ഷെ വെള്ളത്തിലേക്ക് അങ്ങനെ ഡൈവ് ചെയ്തിട്ടില്ല. ഡൈവിങ്ങിന് മുന്നോടിയായുള്ള ഒരു നടപടിക്രമം എന്നതാണ് എന്തായാലും മനസ്സിലാക്കുന്നത്. ഒപ്പം ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ആ കൂറ്റൻ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് പുഴയോട് ചേർന്നുള്ള അവിടെ നിന്ന് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ചെയ്യുന്നത് അവിടെ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞത് കൊണ്ട് തന്നെ പുഴ പല ഗതിയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, പല രീതിയിലാണ്. ഒരിടത്ത് ചുഴിയുണ്ട്, പല സ്ഥലങ്ങളിലായി ചുഴിയുണ്ട്. ചില സ്ഥലത്ത് നിന്ന് ഈ പാറയിലൊക്കെ തട്ടി ശക്തമായി തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കുത്തി ഒഴുകുകയാണ്. അപ്പോൾ അത് നീക്കം ചെയ്ത് ആ ഒഴുക്ക് സുഗമമാക്കുക എന്നത് കൂടിയാണ് കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണും കല്ലും നീക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. സൈനികർ അവിടെ തന്നെ ഉണ്ട്. കൂറ്റൻ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സമീപത്തായി അവരിൽ നിന്നൊരു ടെന്റ് അടക്കം നിർമ്മിച്ചിട്ടുണ്ട്. കൃത്യമായ ഏകോപനമാണ് എല്ലാത്തിൽ നിന്നും. അതായത് എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു ദൗത്യത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എന്നത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ഡ്രോൺ സംവിധാനം അത് ഉപയോഗിച്ചുള്ള തെരച്ചിൽ കൂടി ആരംഭിക്കാൻ കഴിയും. നിലവിൽ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുകയാണ്. നേരത്തെ ഉണ്ടായതുപോലെ അതിശക്തമായ കാറ്റ് ഇപ്പോൾ ഇല്ല എന്നത് ഒരു അനുകൂല ഘടകമാണ് ഈ ഒരു നിമിഷം എന്നതാണ്. ഏതായാലും അത് കർവാര റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദൗത്യം വളരെ സജീവമായി തന്നെ, ആക്റ്റീവായി തന്നെ പുരോഗമിക്കുന്നു എന്നതാണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് വളരെ ദൂരെ മാറിയാണ് വിവരങ്ങൾ തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറുകരയിലുള്ള ഈ കൃത്യമായി ഏകോപന ചുമതലയുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ കേവലം വിവരിച്ചിട്ട് കാര്യമില്ല എന്നത് കൂടിയാണ്. അതുപോലെ അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എക്സ്പേർട്ടുകളും അല്ല എന്നതുകൊണ്ട് അവരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളാണ് കൃത്യമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാവികസേനയുടെ ഒരു ബോട്ട് കൂടി ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നാവികസേന കൂടി പുഴയിലേക്ക് ഇപ്പോൾ ഏതായാലും ഇറങ്ങിയിട്ടുണ്ട്. NDRFന്റെ 2 ബോട്ടുകളുള്ള അവിടെ നിന്ന് മാറിയാണ് നാവികസേനയുടെ ബോട്ടുള്ളത്. അതായത് അവർ ഈ ട്രക്ക് കണ്ടെത്തിയ സ്പോട്ടിലേക്ക്, ആ സ്ഥലം കേന്ദ്രീകരിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നീല ബോട്ട് കാണാം, അതാണ് നാവികസേനയുടേത്. ബാക്കി 2 ഓറഞ്ച് ബോട്ട് NDRFന്റേതാണ്. നാവികസേനയും കൂടി പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഡൈവിങ്ങിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. NDRFും നാവികസേനയും അങ്ങനെ ഇന്ന് ആദ്യമായി പുഴയിൽ ഇറങ്ങി പരിശോധനയിലാണ്. അത് ആ കാണുന്ന നീല ബോട്ടാണ് നാവികസേനയുടേത്. അതിൽ ഉദ്യോഗസ്ഥരുണ്ട്. അത് ഒഴുക്കിന് എതിർ ദിശയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം.